ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, നമുക്ക് ബാങ്കിങ് മേഖലയിലേക്ക് കൂടി പോകേണ്ടതുണ്ടല്ലോ. അതായത് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു, ഭവന വായ്പ അല്ലെങ്കിൽ വ്യക്തിഗത വായ്പ, അതിലേക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പണപ്പെരുപ്പം നിയന്ത്രിക്കാനായി എന്ന വാക്ക് നമ്മൾ അടിവരയിട്ട് പറയേണ്ടി വരും. ഈ ബാങ്കിങ് മേഖലയിലുണ്ടായ മാറ്റങ്ങൾ, കുതിപ്പ്, ഞാൻ ആ ബാങ്കിങ് മേഖല നേരത്തെ നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്തിരുന്നതാണ്. അതിന് മുമ്പായിട്ട് ഈ സോഷ്യൽ വെൽഫെയർ സ്കീംസിനെ പറ്റി മറ്റൊക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ അതിനൊരു മെഷർ തുടങ്ങി. അതായത് ഒരു വെൽഫെയർ എഫിഷ്യൻസി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു മെഷർ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതായത് 2014 മുൻപും അതിന് ശേഷവുമാണല്ലോ നമ്മളിപ്പോൾ ഒരു ചർച്ച ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ബെനഫിറ്റ്. അപ്പോൾ അതിൻ്റെ അത് ബാങ്കിങ്ങുമായിട്ട് വളരെ വളരെ ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു DBT, ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആ മെഷറാണ് വളരെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് 0.32 ആയിരുന്ന 2013 ഈ വെൽഫെയർ എഫിഷ്യൻസി ഇൻഡെക്സ് 0.32 ആയിരുന്നത് ഇന്ന് 0.91 ആണ്. 2023 മെഷറാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് എത്രമാത്രം ആഴത്തിൽ ഈ വെൽഫെയർ നമുക്ക് എത്തിക്കാൻ പറ്റി. അപ്പോൾ ആ ഭാഗം തന്നെയാണ് വാസ്തവം പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു വ്യാപകമായ പോവർട്ടി ഇറാഡിക്കേഷൻ, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിലൊക്കെ ഉള്ളത്. അതിൻ്റെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഡെഫിനറ്റായിട്ട് ബാങ്കിങ് മേഖലയിലാണ്. ഈ വെൽഫെയർ ഡെലിവറി സിസ്റ്റത്തിനകത്തുണ്ടായിട്ടുള്ള ഒരു വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഇതിന് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഈ സാമ്പത്തിക മേഖലയ്ക്ക് ഏതൊരു രാഷ്ട്രത്തിനും വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ആ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പൂവറാണെന്നോ അല്ലെങ്കിൽ അത് ഒരു അതിൻ്റെ ഒരു ലക്ഷ്യം കണ്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രങ്ങൾ പോലും വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണുക ഭാരതത്തിൻ്റെ UPI. ഈ UPI എന്നുള്ള റിയൽ ടൈമിൽ കോടിക്കണക്കിന് ട്രാൻസാക്ഷൻ ഡെയിലി ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ 145 കോടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഡിജിറ്റൽ എക്കോണമിയെ പറ്റി പറയുമ്പോൾ, ഈ ബാങ്കിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ അസംബ്ലി മുതൽ പാർലമെൻറ്റ് വരെ അതിനെപ്പറ്റി വളരെ മോശമായ, അല്ലെങ്കിൽ ഒരു മീൻ വിൽക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്താൻ പറ്റുക, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ വെണ്ടറായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് വരിക, എങ്ങനെയാണ് വളരെ റിമോട്ടായിട്ടുള്ള വില്ലേജുകളിൽ ഈ പറയുന്ന ഓൺലൈൻ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ അധിക്ഷേപിച്ചവർ ഇന്ന് ഒരു ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഇൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം വളരെ ശക്തമായ ഇൻ്റർവെൻഷനാണ് അത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ള ആളുകളെ മുഴുവൻ ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഇതാണ്. അങ്ങനെ ഇൻക്ലൂസീവായിട്ട് വന്ന ഒരു ബാങ്കിങ് മേഖലയിൽ ഞാൻ ഇന്നും പറയുന്നില്ല ഒരു 100% ഡിമോണിറ്റൈസേഷൻ കാരണം കള്ളപ്പണം കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും റെലവൻ്റ് അല്ല. ഇന്ന് നമുക്കറിയാം റിയൽ എസ്റ്റേറ്റിൻ്റെ ഡീൽസിലും മറ്റുള്ള ഒരുപാട് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്സ് നടന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് ഡിമോണിറ്റൈസേഷൻ ഒരു സക്സസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഡിഫക്ട്സ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ആ എമൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഒരു മേജർ ബെനിഫിറ്റ് ഉണ്ടായത് ഒരു ലെസ് ക്യാഷ് എക്കോണമി, ഞാനൊരു ക്യാഷ്ലെസ് എക്കോണമി എന്നുള്ളത് ഒരു ലെസ് ക്യാഷ് എക്കോണമിയിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം പാരലായിട്ട് ഈ കള്ളപ്പണം കൊണ്ട് നടക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വളരെയധികം കുറയ്ക്കാൻ സാധിച്ചു. നമ്മുടെ GDPയിൽ അധികം വർധനവ് വന്നു. ഒരുപാട് രീതിയിലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നമുക്ക് കുറച്ച് ഉണ്ടാകാൻ പറ്റി. അങ്ങനെയുള്ളൊരു നിലയിലേക്ക് ഇന്ന് ബാങ്കിങ് സിസ്റ്റം വളർന്നു എന്നുള്ളത് നമ്മുടെ സാമ്പത്തികമായി നേരത്തെ പറഞ്ഞതുപോലെ ഫ്രജൈൽ 5-ൽ നിന്ന് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് എക്കോണമിയിലേക്കുള്ള പ്രയാണത്തിൻ്റെ മേജർ ഒരു സ്പൈനൽ കാർഡ്, അതിൻ്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറാണ്, ബാങ്കിങ് മേഖലയാണ്. അതിൻ്റെ ഒരു ക്ലീനിങ് അപ്പ് ചെയ്തിട്ടുള്ള വിപ്ലവകരമായ ഇൻട്രൊഡക്ഷൻ ഓഫ് ലീഗൽ ഉള്ള ഒരു IBC പോലുള്ള കോഡുകളാണ്. അപ്പോൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രാഷ്ട്രീയപരമായി നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകാം. എല്ലാ കാര്യങ്ങളും 100% ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതല്ല. പക്ഷേ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 10 years കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റം മൾട്ടിപ്പിൾ മേഖലകളിൽ
ഇൻഫ്രാസ്ട്രക്ചർ നേരത്തെ പറഞ്ഞു, ആ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉള്ള ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു വലിയ കാൽവയ്പ്പാണ്. മറ്റേ ലാക്സ് ഓഫ് കിലോമീറ്റേഴ്സ് നമ്മൾ അഡീഷൻ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇന്ന് എക്കോണമിയിൽ ഒരു അഗ്രികൾച്ചറിന് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. ഈ അഗ്രികൾച്ചറിൽ തന്നെ നമുക്ക് വളരെയധികം കിസാൻ ക്രെഡിറ്റ് കാർഡാകട്ടെ, PM ഫസൽ ബീമ യോജനയാകട്ടെ, അങ്ങനെയുള്ള ഒരുപാട് സ്കീമുകളുടെ ഇൻ്റർവെൻഷൻ ഇന്ന് കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 0.8 അങ്ങോട്ട് ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ ഗ്രോത്ത് ഏതാണ്ട് 5.8 മറ്റോ ആയി കൂടിയിട്ടുണ്ട്. അപ്പം അഗ്രികൾച്ചർ ഒരു വലിയ ഒരു 55% ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ്. ഓവർ ബർഡൻഡ് ആണെന്ന് പറയുന്നിടത്ത് പോലും നമുക്ക് ഒരു വലിയ തോതിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റി. ഡിഫൻസ് പ്രൊഡക്ഷനും മറ്റുമൊക്കെയുള്ള, അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പറഞ്ഞു. അപ്പം രാഹുൽ ഗാന്ധി എടുത്ത് ആരോ വിളിച്ച് പറഞ്ഞു ട്രംപ് സറണ്ടർ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സറണ്ടർ ചെയ്തു എന്നൊക്കെ പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ നടന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഭാരതത്തിൻ്റെ ഡിഫൻസ് എക്സ്പോർട്സിലുണ്ടായിട്ടുള്ള കുതിപ്പ് ഏതാണ്ട് 21,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഏതാണ്ട് 300-400 കോടി രൂപ ഉണ്ടായിരുന്ന സാധനം ഇന്ന് 23,000 crores എന്തോടെ നമ്മുടെ എക്സ്പോർട്സ്. അത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ടെസ്റ്റഡ് ഇൻ പാകിസ്ഥാനാണ്. അവിടെ ന്യൂനപക്ഷവും ന്യൂനപക്ഷത്തിൻ്റെയുള്ള ഇതില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള വികസനം എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ട്രിപ്പിൾ തലാഖ് നേരത്തെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി, ന്യൂനപക്ഷത്തിന് എന്തോ അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും വിപ്ലവകരമായ മാറ്റമുണ്ടായെന്ന് പറയുന്നത് ഇന്നത്തെ ഇവിടുത്തെ മുസ്ലിം വനിതകൾക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ മാറ്റുന്ന ഒരു നിയമം തന്നെയല്ലേ ഈ ട്രിപ്പിൾ തലാഖിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ, അല്ലെങ്കിൽ അത് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് മാറ്റിയത്. അവർക്കുണ്ടായിട്ടുള്ള ഒരു പ്രയാസങ്ങളല്ലേ. 2, ഈ പറയുന്ന ഭാരതീയരല്ലാതെ ഉള്ള ആളുകൾക്ക് ഇവിടെ വരുന്നത് കൊണ്ട് ആധാർ കാർഡും പാൻ കാർഡും മറ്റുമൊക്കെ എടുത്തു കൊടുത്ത് ഇവിടെ നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണോ നമ്മൾ പറയുന്നത്? അതുപോലെ തന്നെ നമുക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ വഖഫിൻ്റെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വിപ്ലവകരമായ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ള ചില വാചകങ്ങൾ മാത്രമേ ഈ വാസ്തവം ഇന്ന് നമുക്ക് എഗൻസ്റ്റായിട്ട് കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇന്ന് നമുക്ക് ചെയ്യാനൊക്കുന്ന കാര്യങ്ങളിൽ ഇന്നത്തെ ഇവിടെ നേരത്തെ സ്ക്രീനിലൊരു ഷോട്ട് കാണിച്ചു, 15 മേഖലകളിലുള്ള ഡെവലപ്മെൻറ്റ്സിൻ്റെ വിത്ത് നമ്പേഴ്സ്, വിത്ത് ഡേറ്റ പോയിൻറ്റ്സ്. ആ ഡേറ്റ പോയിൻറ്റ്സ് നമ്മൾ നോക്കിയാൽ മാത്രം മതി ഭാരതത്തിൻ്റെ വികസനം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എല്ലാവരും തന്നെ അതിൽ അഭിമാനിക്കണം. അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ക്രെഡിറ്റ് കൊടുക്കണം. ആ പറയുന്ന അതിനകത്ത് ഈ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നാലും ലേബർ ഫോഴ്സിലുണ്ടായിട്ടുള്ള വളരെ ശക്തമായ ഒരു ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ട്. ജോബ് ക്രിയേഷനിൽ പ്രയാസമുണ്ട്. ഇതിനൊക്കെ ഹെൽത്ത് റെഗുലേറ്റഡ് ആക്ടിവിറ്റീസിൽ പ്രയാസമുണ്ട്. പക്ഷേ നമ്മൾ ആ കോവിഡ് സമയത്ത് കോവിൻ പോലുള്ള വളരെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്ത് USA പോലുള്ള ഈ ഡെവലപ്ഡ് കൺട്രീസ് പോലും പേപ്പറും പെൻസിലും പേനയും യൂസ് ചെയ്തിരുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ ഡിജിറ്റൈസ് ചെയ്തതാണ്. അപ്പോൾ വളരെ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇന്നൊരു വേൾഡ് ലീഡർ എന്നുള്ള നിലയ്ക്ക് നമ്മളെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റി. ഇനി 15-20 മിനിറ്റിനകത്ത് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്.